ഹലോ ഗൈസ്, കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഏകദേശം ഒരു വർഷത്തോളെങ്കിലും ആയിട്ടുണ്ട്. ഇന്നൊരു പുതിയ തുടക്കമാകാം എന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ തന്നെ ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷന് വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ടാണ് രാഹുൽ US. രാഹുലിന്റെ പെൺകുട്ടിയാണിത് വർഷ. ഇവർ രണ്ടുപേരുടെയും എൻഗേജ്മെന്റ് ആയിരുന്നു കേട്ടോ ഇന്ന്. എൻഗേജ്മെന്റ് 11 മണിക്കാണെങ്കിലും ഞങ്ങൾ അവിടെ എത്തിയത് 12:30 ആയിട്ടോ. കാരണം എല്ലാ ഫംഗ്ഷനും ഞങ്ങൾ നേരത്തെ എത്തുന്നതുകൊണ്ട് അവിടുത്തെ എല്ലാ കലാപരിപാടികളും കഴിയുമ്പോഴായിരിക്കും ഞങ്ങൾ അവിടെ എത്തുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് എല്ലാവരും ഇറങ്ങാനും ഒക്കെ തുടങ്ങുമ്പോഴുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. തുടക്കത്തിലുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം സമയത്ത് എത്തി. ഇതൊക്കെ ലാസ്റ്റ് ചെക്കനും പെണ്ണും ഫുഡ് കഴിക്കാൻ പോകുന്നതാണ് കേട്ടോ. അവരുടെ ഒരു ഉത്തരവാദിത്തമേ. എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവർ കഴിക്കും. ഇതാരുടെ ഇടയ്ക്ക് ഫ്രെയിമിൽ കയറി ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോണത് ഉമ്മാട്ടാ. ഇത് നമ്മുടെ ചെക്കനാണ്, ഞങ്ങൾ ചെല്ലപ്പേരിട്ട് വിളിക്കണ ചെല്ല. അങ്ങനെ 90 കിഡ്സും 20 കിഡ്സും കൂടെ ചൊമ്പ് കുറക്കാൻ വേണ്ടിയിട്ട് അവർ ബിരിയാണി ഒക്കെ കഴിച്ച് അവരുടെ സെറ്റായിരിപ്പുണ്ട്. അങ്ങനെ ചെറുക്കനെയും കാത്ത് ഒരു പറ്റം ആൾക്കാർ പുറത്ത് നിൽക്കുമ്പോഴത്തേക്കും വേഗം കഴിച്ചിട്ട് വീട്ടിൽ പോകാനുള്ളതിന് ഇറങ്ങാറായപ്പോൾ അവൻ്റെ ഒടുക്കത്തെ റൊമാൻസും. ഇനിയാണ് നമ്മുടെ കഥ തുടങ്ങാൻ പോകുന്നത്. നമ്മൾ ഈ എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് വീട്ടിൽ ആരും ഇല്ലായിരുന്നു കേട്ടോ. വീട്ടിലുള്ള ബാക്കി എല്ലാവരെയും കുഞ്ഞിനെയും ഉൾപ്പെടെ ഒരു മാരേജ് ഫംഗ്ഷന് പോയിരുന്നു. അപ്പോൾ വീട്ടിൽ ആരും ഇല്ലല്ലോ. അപ്പോൾ നമുക്കൊരു പൊന്മുടി ട്രിപ്പിന് ഈ നട്ടുച്ചയ്ക്ക് 1:30 പോയാലോ എന്നൊരു ചിന്ത വന്നു. അങ്ങനെ നേരെ ബുള്ളറ്റ് എടുത്ത് നമ്മളങ്ങ് വിടുകയായിരുന്നു. ഈ പോകുന്നതിൻ്റെ ആവേശത്തിൽ നമ്മൾ ബൈക്കിൽ കയറി അങ്ങ് ഒറ്റ വിടലായിരുന്നു. പക്ഷേ റോഡിൻ്റെ നടുക്കെത്തിയപ്പോഴത്തേക്കാണ് നട്ട വെയിലായിരുന്നല്ലോ. അപ്പോൾ ഈ നട്ടുച്ചയ്ക്ക് നമ്മുടെ തലയുടെ ഉച്ച വരെ പൊള്ളിയാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, തേയിലയൊക്കെ നട്ടു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് തേയിലയല്ല. ഞാൻ ആദ്യം കരുതിയത് അങ്ങനെയാണ്. നമ്മൾ ഈ വീഡിയോയിലും ദൂരെ നിന്നൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തേയിലയായിട്ട് തോന്നും. പക്ഷെ അത് തേയിലയല്ല, അത് മരച്ചീനിയാണ് കേട്ടോ. എൻ്റെ നാട്ടിൽ കപ്പയെന്ന് പറയും. നമ്മുടെ വീട്ടിൽ നിന്ന്, അതായത് മുരുക്കുംപുഴ എന്ന സ്ഥലത്ത് നിന്നും പൊന്മുടിയിലേക്ക് ഒരു 60 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം എൻ്റെ പകുതി പോലും ആയിട്ടില്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഏകദേശം പൊന്മുടിയുടെയൊക്കെ ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും റോഡ് പണി ആയതുകൊണ്ട് 4 വീലേഴ്സ് എല്ലാം വേറൊരു റൂട്ടിൽ കൂടിയാണ് വിട്ടത്. അപ്പോൾ ഭാഗ്യത്തിന് ബൈക്കിന് മാത്രം നമുക്ക് ഇതുവഴി പോകാൻ പറ്റുമായിരുന്നു. എങ്കിലും ആദ്യം ഒരു പേടിയുണ്ടെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിൽ കൂടി ഇങ്ങനെ ബൈക്ക് പോകുന്നത്. ഇത്രയും വെയിറ്റ് കുറേ ബൈക്കുകളുണ്ടായിരുന്നു, ഇതെല്ലാം കൂടി ഇതിൽ താങ്ങുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും നമ്മൾ സേഫായിട്ട് അതുവഴി പോയി. ഇതിനു മുമ്പ് ഈ സെയിം ബുള്ളറ്റിൽ ഞാൻ പൊന്മുടിയിൽ പോയിട്ടുണ്ടായിരുന്നേ. പക്ഷെ അന്നത് പാളിപ്പോയി. ഞാനതൊരു ചെറിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു വീഡിയോ ഇടുന്നതും. എനിക്കത് അന്ന് 1K എന്തോ വ്യൂ കിട്ടുകയൊക്കെ ചെയ്തിരുന്നു. എന്നിട്ട് ആ ഒരു മന്ത് തന്നെ എനിക്ക് പൊന്മുടി പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അതിനുശേഷം 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് പിന്നെ പോകുന്നത്. നമ്മളിങ്ങനെ വീഡിയോയിൽ ബൈക്ക് ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. സൺഡേ ആണ് നമ്മൾ പോയിരുന്നത്. അപ്പം ഈ ഫാമിലി കാറിലൊക്കെ വന്നതുകൊണ്ട് 2 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒക്കെ പോയിട്ട് വരുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. കുറച്ചും കൂടി അധികം ചെല്ലുമ്പോഴത്തേക്കൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഒന്നും പറയുണ്ടായിരുന്നു, നല്ല ബ്ലോക്കായിരുന്നു. പക്ഷെ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ബ്ലോക്കൊന്നും അല്ലാതായി കഴിയും. കാരണം ഒരു നല്ലൊരു വൈബാണ് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ വീഡിയോസിൽ കാണിച്ചു തരാം. നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിൽ റോഡിൻ്റെ നടുക്കായിട്ടൊരു കുരങ്ങനെ കണ്ടു കേട്ടോ. അതുകൊണ്ട് ഒരു കൈക്ക് എന്തോ ഫ്രാക്ചറുണ്ടും നല്ല മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിങ്ങനെ എല്ലാ വണ്ടികളും വരുമ്പോഴത്തേക്കും അത് ഹെൽപ്പ് ചോദിക്കുന്നതായിരിക്കും. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം വേറെയും മങ്കീസൊക്കെ അവിടെ ഉള്ളതുകൊണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ സ്പീഡിലിങ്ങനെ പോകുന്നു. ഇനി അവരുടെയൊക്കെ ആക്രമണം ഇനി സഹിക്കാൻ വയ്യ. അതുകൊണ്ട് നമ്മൾ നേരത്തെ സ്പീഡിലിങ്ങനെ പോകുന്നു വണ്ടിയിൽ. പിന്നെ കുറച്ച് ദൂരം നമ്മൾ ചെന്നപ്പോഴത്തേക്കും നല്ല തേയിലത്തോട്ടം, ഒരു മൂന്നാറിൻ്റെയൊക്കെ ഒരു പ്രതീതിയായിരുന്നു കേട്ടോ അവിടെ വെച്ച് നമ്മൾ ബൈക്ക് നിർത്തി അവിടെ ഇറങ്ങി. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ 2 മലയുടെയൊക്കെ സൈഡിൽ കൂടി ഒരു സൂര്യൻ പോകുന്നുണ്ടോ? അത് ആക്ച്വലി സൂര്യൻ അല്ലെന്ന് തോന്നുന്നു. അവിടെ ഇങ്ങനെ നല്ല ലൈറ്റ് പോലെ ഇങ്ങനെ വരുവാണ്. അത് നമ്മൾ ഈ ആ പടമൊക്കെ, അതായത് കാർട്ടൂണിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സ്റ്റൈലായിരുന്നു. നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത്.
രണ്ട് മല, അതിൻ്റെ നടുക്കിങ്ങനെ സൂര്യൻ. നമ്മൾ പണ്ടൊക്കെ വരയ്ക്കില്ലേ അതേപോലത്തെ ഒരു മോഡായിരുന്നു അത്. അങ്ങനെ ഏകദേശം ഇനി ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ പൊന്മുടിയിലേക്ക്. അപ്പോൾ ഈ ഒരു സൈഡ് മാത്രമേ ഇങ്ങനത്തെ ചായ കടികൾ അങ്ങനത്തെയൊക്കെ കടകളുള്ളൂ. പിന്നെ അങ്ങ് ഉള്ളിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടുന്ന് KTDC റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ അങ്ങനത്തെ അതൊക്കെ ഉള്ളൂ. ഇവിടെ വരെ വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് വരുന്നവർ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ തിരിച്ച് വന്നിട്ട് വാങ്ങി കഴിക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അന്നേരം ഇവിടുന്ന് പിന്നെ ഞാൻ ഇവിടുന്നാണ് പിന്നെ കാണുന്ന KSRTC ഉല്ലാസയാത്ര, ഗ്രാമവണ്ടി അങ്ങനെയൊക്കെ. അതിൽ തന്നെ ഈ KSRTCയിലെ ആൾക്കാർ തന്നെ അതിൽ മൈക്കൊക്കെ വെച്ചിട്ട് അവർക്ക് ഓരോ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ, ഓരോ ഗ്യാങ്ങായിട്ട്. അങ്ങനെ ഓരോ ഏരിയയിൽ നിന്ന് ഉണ്ട് ഇതേപോലെ യാത്രകൾ. അപ്പം അറിയാൻ വയ്യാത്തവരും അല്ലെങ്കിൽ വേറെ ആരും കൊണ്ടുപോകാനൊക്കെ ഇല്ലാത്തവരുണ്ടെങ്കിൽ നമുക്കിങ്ങനെ KSRTCയുടെ ഇങ്ങനെ ഉല്ലാസയാത്രയുണ്ട്, അതിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് വരാം. അങ്ങനെ കുറേ ദൂരം യാത്രയ്ക്ക് ശേഷം നമ്മൾ അവസാനം പൊന്മുടിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഏരിയയ്ക്കാണ് 2 വീലേഴ്സൊക്കെ പാർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇറങ്ങി. ഒരുപാട് ആൾക്കാരുണ്ട്, ഇനിയും വന്നുകൊണ്ടേ ഇരിക്കുന്നു. വരുന്നതിനിടയ്ക്ക് ഒരുപാട് ബ്ലോക്കൊക്കെ വന്നിരുന്നു. പക്ഷേ ഇത് ഇനിയും ബ്ലോക്കൊക്കെ വീഡിയോ എന്തിനാണ് എടുത്ത് വെറുതെ ലോങ് ആക്കുന്നതെന്ന് വിചാരിച്ച് അതൊന്നും എടുത്തില്ല. വമ്പൻ മല കയറിയാണ് നമ്മളിങ്ങ് എത്തിയത്. ഇനി നമ്മൾ ഒറിജിനലായിട്ട് മല ചവിട്ടി കയറാൻ പോവാണ്. ഇവിടെ എവിടെ നോക്കിയാലും മലകളാണ്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എല്ലാം. അപ്പം ആദ്യം നമ്മൾ വിചാരിച്ച് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചെറിയ മലകളിലൊക്കെ കയറിയിട്ട് നമുക്ക് ഇപ്പുറത്തോട്ട് ചാടാവുന്നു. പിന്നെ ഓർത്തു ഈ കാണുന്നൊരു വലിയ ഒരു മുകളിലായിട്ടൊരു സ്റ്റെപ്പ് പോലൊക്കെ സ്റ്റെയർ പോലെ കാണുന്നില്ല, അതാണ് എനിക്ക് ഞാൻ നോക്കിയിട്ട് കൂടുതൽ ഇച്ചിരിയുടെ വലിപ്പമുള്ളൊരു മല അതായിട്ടാണ് തോന്നിയത്. എന്നാൽ അതിൻ്റെ മുകളിലോട്ട് കയറാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ KSRTC ഗ്രാമവണ്ടി എന്നായിരുന്നു കേട്ടോ അതിൻ്റെ പേര്. അതിൽ കുറേ ആൾക്കാരുണ്ട്. അതിൽ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്ത് ഇത്ര മണിക്ക് എല്ലാവരും ഈ സമയമാകുമ്പോൾ അവിടെ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വണ്ടി പോയി. അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് നേർവഴിക്കല്ല, നമ്മൾ ചരിഞ്ഞ വഴിക്കാണ് പോകുന്നത്, വളഞ്ഞ വഴി. എനിക്ക് ഇങ്ങനെ കയറുന്നതായിരുന്നു ഇഷ്ടം കേട്ടോ. നേരെ സ്ട്രെയിറ്റ് കയറുമ്പോൾ അത് എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല, കയറാനും ഭയങ്കര പാട്. ഇതാകുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഇഷ്ടമുള്ള പോലെ കല്ലിലൊക്കെ ചവിട്ടി നമുക്ക് കയറാമല്ലോ, ഇടയ്ക്ക് വീഴുകയും ചെയ്യാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ രസം വേണ്ടേ. അങ്ങനെ അതിലൊക്കെ കയറി. പിന്നെ ഫിൻഡു ഇടയ്ക്ക് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്തൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ കുറേ പേരൊക്കെ കയറി ക്ഷീണിച്ചൊക്കെ ഇറങ്ങി വരുന്നതൊക്കെ കണ്ടു. ഞാൻ ഏതായാലും എനിക്ക് എന്തോന്നറിയില്ല, എനിക്കൊരു ക്ഷീണം തോന്നിയില്ല. ഞാൻ ഓടിച്ചാടിയാണ് കേട്ടോ കയറിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. പിന്നെ നമ്മൾ ചെന്നപ്പം മഞ്ഞൊക്കെ ആയി തുടങ്ങുന്നേ ഉള്ളായിരുന്നു, എങ്കിലും നല്ല തണുത്ത കാറ്റാണ്, തണുപ്പുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഇറങ്ങുന്ന സമയമായപ്പോഴത്തേക്ക് ശരിക്കും നല്ല മഞ്ഞായി തുടങ്ങി. പിന്നെ നമ്മൾ നേരത്തെ ഇറങ്ങി, കാരണം അല്ലെങ്കിൽ ഭയങ്കര ബ്ലോക്കായിരിക്കും നമുക്ക് പെട്ടെന്ന് സമയത്ത്. അല്ലെങ്കിൽ രാത്രി വരെ സമയം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കാം. രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6-6:30 സമയത്തിനുള്ളിൽ ഇറങ്ങണം തോന്നുന്നു. നമ്മളങ്ങനെ ഇത്രയും വലിയ പൊക്കത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മളിതാ ആ കിടക്കുന്ന കാറുകളൊക്കെ കണ്ടില്ലേ, വണ്ടികൾ, ആ സ്ഥലത്തായിരുന്നു നമ്മൾ നേരത്തെ വന്ന് നിന്നിരുന്നു. നമ്മൾ ഇത്രയും പൊക്കത്തിലിങ്ങ് എത്തി. പക്ഷെ അവിടുന്ന് ചാടിയാൽ നേരെ താഴോട്ടൊന്നും പോവില്ല, അങ്ങനെ ഉരുണ്ടൊക്കെ പോവുള്ളൂ. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ വലിയ ഡേഞ്ചറായിട്ട് തോന്നുന്നില്ല, എങ്കിലും സൂക്ഷിക്കണം. കാരണം വേറെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ ഇറങ്ങുമല്ലോ, അതൊക്കെ കുറച്ച് ഡേഞ്ചറായ ഭാഗമാണ്. ഇതൊക്കെ കുറച്ച് സേഫാണ്, വലിയ പ്രശ്നങ്ങളില്ല എന്നാണ് തോന്നുന്നത്. ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിന് മുകളിലൊക്കെ വന്നിട്ട് ഈസി ആയിട്ട് താഴോട്ട് ഇറങ്ങി പോകുന്നു കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. കാരണം നമ്മളെപ്പോലുള്ള പ്രായം കുറവുള്ളവർക്കാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അസുഖങ്ങളൊക്കെ ഉള്ളത്.
അപ്പം ഇതൊക്കെ അതായത് ഒരു എക്സസൈസും കൂടിയാണ്. ഇതുപോലെ കയറി ഇറങ്ങുന്നതും നടക്കുന്നതും ഒക്കെ ഒരു വ്യായാമം കൂടിയാണ്. എന്തായാലും ഈ ഒരു സമ്മർ ടൈമിൽ ആപ്റ്റായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ പൊന്മുടിയിൽ. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം സമയങ്ങളിൽ വരണം. ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടുപോകും, അത്ര ചൂടാണ് കേട്ടോ. അതുകൊണ്ട് വൈകുന്നേരം സമയം, ആ മഞ്ഞുള്ള ടൈം നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. നമ്മൾ ഒറ്റയ്ക്ക് വന്നാലും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നാൽ നല്ല ചില്ലായിട്ട് നമുക്ക് പൊളിക്കാം. ആക്ച്വലി ഞാൻ അവിടെ ഇരിക്കുന്നത് ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഒരു പാറയുടെ മുകളിലായിട്ടാണ് കേട്ടോ. അവിടെ ഇരിക്കുകയാണ്, ഞാനവിടെ സമാധിയിലിരിക്കുകയാണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഉയരത്തിൽ ആ വീഡിയോ എടുത്ത് നോക്കുന്നത്. പക്ഷെ അതങ്ങനെ കിട്ടില്ല. പിന്നെ കുറേ നേരം നമ്മളവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു. പിന്നെ ചില കുഞ്ഞു കുട്ടികളൊക്കെ വന്നു, അവരുടെയൊക്കെ കളികളൊക്കെ കണ്ട് അവിടെ അങ്ങനെ ഇരുന്നു പോയി. അതിൻ്റെയൊക്കെ ഭംഗി, എവിടെ നോക്കിയാലും പച്ചപ്പ്, അത് നല്ല രസമായിരുന്നു കേട്ടോ. അതൊരു ഭംഗി ആസ്വദിച്ചിരിക്കാൻ വേണ്ടി അങ്ങനെ കുറേ സമയം പോയി. അതിനുശേഷം നമ്മൾ പയ്യെ ഇറങ്ങി നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് കുറച്ച് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് നല്ല പോലെ മഞ്ഞായി തുടങ്ങി. പക്ഷേ ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു കേട്ടോ. കാരണം ആ സമയത്ത് നമ്മുടെ പൊന്മുടിയിലേക്ക് പോകാനുള്ള ആൾക്കാരും തിരിച്ചു പോകാനുള്ള ആൾക്കാരും കൂടി തമ്മിൽ ക്ലാഷായി. അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റീസും ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ബ്ലോക്കൊക്കെ മാറ്റി ഇങ്ങനെ പയ്യെ വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വണ്ടി. അങ്ങനെ പോകുന്ന വഴിയൊക്കെ മരങ്ങളൊക്കെ കണ്ടോ, എല്ലാം മഞ്ഞായി. ക്യാമറയിൽ അധികം കിട്ടില്ല, പക്ഷേ നേരിട്ട് അതിങ്ങനെ മഞ്ഞിങ്ങനെ പറന്ന് പോകുന്നതാണ് അതിൽ കൂടി. നല്ല രസമായിരുന്നു, നല്ല തണുത്ത കാറ്റുമൊക്കെ ആയിരുന്നു. മന്ത്രത്താൽ പായുന്ന കുതിരെ മാണിക്യ കയ്യാൽ തൊടാം. മന്ത്രത്താൽ പായുന്ന കുതിരെ മാണിക്യ കയ്യാൽ തൊടാം. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണല്. പാട്, അതൊന്നുണ്ട്. മാനത്തെ മാമന്റെ കളികൾ മാമുണ്ണാൻ പോരാമോ കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. അങ്ങനെ വളരെ സാഹസികമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള സോങ്സൊക്കെ അലമ്പാക്കി പാടിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ യാത്ര തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്.
പിന്നെ നമ്മൾ നേരത്തെ ഒരു 7:30 ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്താം എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഇങ്ങനെ പാഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ നമ്മൾ എത്തിയത് 8:30 കഴിഞ്ഞ്. പോകുന്ന വഴിക്ക് പോത്തൻകോട് ആ ഏരിയയിൽ കാവടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് നേരം ബ്ലോക്കിൽ കിടന്ന് ഒരുപാട് താമസിച്ചു. പിന്നെ വരുന്ന വഴിക്ക് നല്ല ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. നല്ല യാത്രയായിരുന്നു സത്യം പറഞ്ഞാൽ. വലിയ മുഷിപ്പൊന്നും തോന്നിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പം ഭയങ്കര മഴയും ആകെ ബുദ്ധിമുട്ടും, പോകാനും പറ്റിയില്ല, അങ്ങനെയായിരുന്നു. ഇതെന്തായാലും എനിക്ക് യാത്ര ഇഷ്ടപ്പെട്ടു. തിരിച്ച് ആ പാലം ഞാൻ എടുക്കാൻ മറന്നില്ല. വീണ്ടും എനിക്ക് ആ പാലം ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പം എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു.